Good morning. In the last class, we have discussed one component, three-phase system, that is water system. Water system is a one component system which is having three phases. അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തത്. കിബ്സ് ഫേസ് റൂള്, അതിന്റെ ഡെറിവേഷൻ, ക്ലോഷ്യസ് ക്ലാപ്പിറോൺ ഇക്വേഷൻ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു. ഇനി സൾഫർ സിസ്റ്റം ആണ്. Sulfur system is a one component system. The various phases of sulfur. സൾഫറിന് എന്താണെന്ന് വെച്ചാൽ വാട്ടർ സിസ്റ്റത്തിനായിട്ട് സൾഫർ സിസ്റ്റത്തിനുള്ള ഒരു വ്യത്യാസം എന്താ വെച്ചാൽ സൾഫർ സിസ്റ്റത്തിന് രണ്ട് solid phases and allotropic forms of sulfur, rhombic sulfur and monoclinic sulfur. Rhombic sulfur SR ആണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക, monoclinic sulfur SM, liquid sulfur and vapor sulfur certainly they will be there, and F is equal to C minus P plus 2. Minimum F is equal to, for minimum ഒരു ഡിഗ്രി ഓഫ് ഫ്രീഡെങ്കിലും വേണമല്ലോ. അപ്പൊ നമ്മൾ എഫിന് 0 കൊടുത്തിട്ട് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. C1 ആണല്ലോ, വൺ കമ്പോണന്റ് സിസ്റ്റം ആണ്, 1 ആണ്. എഫിന് 0 കൊടുത്തു, 0 1 മൈനസ് P പ്ലസ് 2, ദാറ്റ് ഈസ് P നമുക്ക് കിട്ടുക P is equal to 3 എന്നാണ്. അതാണ് ഇതിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് the maximum number of phases that can coexist in equilibrium is 3. So all 4 phases of sulfur cannot coexist in equilibrium. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, 4 ഫേസസിനും ഒരുമിച്ച് ഇക്വിലിബ്രിയത്തിൽ ഇരിക്കാൻ പറ്റില്ല. Only 3 phases can coexist in equilibrium. ഇനി നമുക്ക് നോക്കാം നെക്സ്റ്റ് എന്താണ് സൾഫർ സിസ്റ്റത്തിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട്. നമുക്ക് വാട്ടർ സിസ്റ്റം കഴിഞ്ഞതുകൊണ്ട് നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടില്ല. സൾഫർ സിസ്റ്റത്തിന്റെ ഫേസ് ഡയഗ്രം ഇതാണ്. ആ ഫേസ് ഡയഗ്രം വരയ്ക്കാൻ പഠിക്കുക എന്നുള്ളത് നിങ്ങൾ എന്തായാലും നമ്മൾ ചെയ്യണമല്ലോ. അപ്പോൾ ഫേസ് ഡയഗ്രം വാട്ടർ സിസ്റ്റത്തിനെ പഠിച്ച പോലെ തന്നെ ഇതിന്റെയും പഠിക്കുക. അതായത് 2 വേരിയബിൾസ് ആണ്, കോൺസെൻട്രേഷൻ ഒരു വേരിയബിൾ അല്ല ഇവിടെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ ഒരു കമ്പോണന്റ് അല്ലേ ഉള്ളൂ. അപ്പോൾ പ്രഷറും ടെമ്പറേച്ചറും 2 വേരിയബിൾസ്, അതൊക്കെ നമ്മൾ വൺ കമ്പോണന്റ് സിസ്റ്റത്തിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് വാട്ടർ സിസ്റ്റത്തിൽ. And here we have the sulfur rhombic, sulfur monoclinic. Left sulfur rhombic, adu kayinja sulfur monoclinic, then sulfur liquid and sulfur vapor. These are the areas, main areas, main phases, main areas ine kondirunnu. പിന്നെ അതിലെ ഓരോന്നിന്റെയും ടെമ്പറേച്ചർ ഒക്കെ നമ്മളെ ഇതില് ഓരോ കർവും അതിന്റെ പോയിന്റ്സ് ഒക്കെ വരണം. ഇനിയിപ്പോ ഇതിന് ജനറൽ ആയിട്ട് ഒരു ഡിസ്കഷൻ, ഇത് SAക്ക് ഇടയ്ക്കൊക്കെ ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആട്ടോ സൾഫർ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ അതിന്റെ ഒരു ആൻസർ എഴുതുന്ന ഒരു മോഡിലാണ് നിങ്ങൾക്ക് ഈ നോട്ട് പ്രസന്റ് ചെയ്തിട്ടുള്ളത്. സോ വി ആർ ഡ്രോയിങ് ഫേസ് ഡയഗ്രാം ആസ് പ്രഷർ അഗെയിൻസ്റ്റ് ടെമ്പറേച്ചർ like this, and the areas of this are sulfur rhombic in ABG, which is which is നമ്മളായിരിക്കും ഫേസ് റൂൾ അപ്ലൈ ആണെങ്കിൽ it will be bivariant, and sulfur monoclinic ആണ് BCF എന്നുള്ള ഏരിയയിൽ. ഈ ഡയഗ്രത്തിലെ BCF-ല് സൾഫർ മോണോക്ലിനിക് ആണ്. ഓൺ അപ്ലൈയിങ് ഫേസ് റൂൾ, നമ്മൾ എപ്പോഴും ഫേസ് റൂൾ ഓരോ കാര്യം ഡിസ്കസ് ചെയ്യുമ്പോഴും ഫേസ് റൂൾ ആയിരിക്കും അപ്ലൈ ചെയ്യണം. അപ്പൊ F is equal to C minus P plus 2. C1 P എന്ന് പറയുന്നത് 1 ഉള്ളൂ പ്ലസ് 2, and it is equal to 2. 1 minus 1 plus 2, 2. അതേപോലെ തന്നെ DCG is another area. DCG is another area which is sulfur liquid, which is F is equal to 1 minus 1 plus 2, it is equal to 2, and ABCD is the sulfur vapor. And then the curves. ഇനി കേർവ്സ് ഏതൊക്കെയാ നോക്കാം. കർവ് AB ആണ് ഒരു കർവ് സൾഫർ റോംബിക് ഇൻ ഇക്വിലിബ്രിയം വിത്ത് സൾഫർ വേപ്പർ. നമ്മൾ വേപ്പർ എന്താണ് വാട്ടർ സിസ്റ്റം എക്സ്പ്ലെയിൻ ചെയ്ത പോലെ തന്നെ ഏറ്റവും ലെഫ്റ്റിലുള്ള കർവ് ആദ്യം നമ്മൾ പറയുന്നു AB. നമ്മൾ ഡയഗ്രാം വരച്ചിട്ട് പരീക്ഷയ്ക്ക് പഠിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു ഓർഡറിൽ നമ്മൾ കർവ്സ് എക്സ്പ്ലെയിൻ ചെയ്തു പോയി ഒന്നും വിട്ടുപോകില്ല. അപ്പൊ AB is the
എ ബിയുടെ ഒരു ഭാഗത്ത് സൾഫർ റോംബിക്കും ഒരു ഭാഗത്ത് സൾഫർ വേപ്പറും ആയതുകൊണ്ട് ത്രൂ ദിസ് കർവ് സൾഫർ റോംബിക് ഇൻ ഇക്വിലിബ്രിയം വിത്ത് സൾഫർ വേപ്പർ and it is called the vapor pressure curve of sulfur rhombic. ഒരു ഭാഗത്ത് വേപ്പർ ഒരു ഭാഗത്ത് റോംബിക്കും ആയതുകൊണ്ട് വേപ്പർ പ്രഷർ കർവ് സൾഫർ റോംബിക്. ആൻഡ് ഓൺ അപ്ലൈയിങ് ഫേസ് റൂൾ എഫ് ഇസ് ഈക്വൽ ടു സി മൈനസ് പി പ്ലസ് 2 അല്ലെ, ഫേസസ് രണ്ടെണ്ണം ഉണ്ടല്ലോ, അപ്പൊ 1 minus 2 plus 2 that is equal to 1. The system is monovariant through this curve. Sulfur monoclinic in equilibrium with sulfur vapor. Sulfur monoclinic in equilibrium with sulfur vapor. അതായത് ഒരു ഭാഗത്ത് ഈ ബി സി എന്ന് പറയുന്ന കർവ്, അതിന്റെ ഒരു ഭാഗത്ത് സൾഫർ മോണോക്ലിനിക് മറ്റേ ഭാഗത്ത് സൾഫർ വേപ്പർ. സോ ദിസ് സിസ്റ്റം ഇസ് ദ വേപ്പർ പ്രഷർ കർവ് ഓഫ് sulfur monoclinic and it is monovariant like ഇങ്ങനെ തന്നെ എഴുതിയാൽ മതി കേട്ടോ പരീക്ഷയ്ക്ക്. ബി എഫ് ഇസ് ഈക്വൽ ടു എസ് ആർ ഇൻ ഇക്വിലിബ്രിയം വിത്ത് സൾഫർ മോണോക്ലിനിക് ആൻഡ് സൾഫർ റോംബിക്. ഏതാണ് ബി എഫ് കണ്ടില്ലേ, അതിന്റെ ഒരു ഭാഗത്ത് സൾഫർ റോംബിക്കും മറ്റേ ഭാഗത്ത് സൾഫർ മോണോക്ലിനിക്കും ആണ്. അതുകൊണ്ട് സോ ദർ വിൽ ബി ഇക്വിലിബ്രിയം സൾഫർ റോംബിക് ഇൻ ഇക്വിലിബ്രിയം വിത്ത് സൾഫർ മോണോക്ലിനിക് ആൻഡ് ഇറ്റ് ഈസ് എ ട്രാൻസിഷൻ കർവ് വിച്ച് ഈസ് മോണോവാരിയൻ. അതേപോലെ തന്നെ CF is sulfur monoclinic in equilibrium. CF എന്ന് പറയുന്നത് ഒരു ഭാഗത്ത് സൾഫർ മോണോക്ലിനിക്കും മറ്റേ ഭാഗത്ത് സൾഫർ ലിക്വിഡും ആണ്. ത്രൂ ദാറ്റ് കർവ് sulfur monoclinic will be in equilibrium with the sulfur liquid and the system is monovariant through that curve and this curve is called ഒന്ന് മോണോക്ലിനിക് ഒരു സോളിഡ് ഫേസ് ആണ്, മറ്റേ ലിക്വിഡ് ഫേസ് ആണ്. ഫ്യൂഷൻ കർവ് ഓഫ് സൾഫർ മോണോക്ലിനിക് എന്നാണ് ഈ CF പറയാം. ഇനി അടുത്തത് CF കഴിഞ്ഞ് FG എന്ന് പറഞ്ഞിട്ടൊരു കർവ് ഉണ്ട്. അതിന്റെ ഒരു ഭാഗത്ത് സൾഫർ റോംബിക്കും മറ്റേ ഭാഗത്ത് സൾഫർ ലിക്വിഡും ആണ്. സോ ഇറ്റ് ഈസ് FG is called the fusion curve of sulfur rhombic which is also monovariant. ഇനി ഇത്രയും കേർവ്സ് ആണ് ഇതിലുള്ളത്, ഇത്രയും ഏരിയാസ്, ഇത്രയും കേർവ്സ് നമ്മൾ കൺസിഡർ ചെയ്തു. ഇനി അടുത്തത് കൺസിഡർ ചെയ്യേണ്ടത് കുറച്ച് മെറ്റാസ്റ്റേബിൾ കേർവ്സ് ഉണ്ട്. അത് ഇതിലിങ്ങനെ ഡോട്ടഡ് ലൈൻസിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ എന്ന് പറയുന്നത് BE നോക്കൂ, BE എന്ന് പറയുന്നത് എന്താണ്, BEയുടെ ഒരു ഭാഗത്ത് സൾഫർ റോംബിക്കും മറ്റേ ഭാഗത്ത് സൾഫർ വേപ്പറുമാണ്. അപ്പോ അതൊരു മെറ്റാസ്റ്റേബിൾ കർവ് ആണ്. ആൻഡ് ദ വേരിയൻസ് എപ്പോഴും മറ്റേ കർവ്സ് പോലെ തന്നെ വേരിയൻസ് വിൽ ബി 1 or monovariant. FE നോക്കുകയാണെങ്കിൽ എന്താണ്, ഒരു ഭാഗത്ത് സൾഫർ റോംബിക്കും മറ്റേ ഭാഗത്ത് സൾഫർ ലിക്വിഡും. അപ്പൊ ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് സൾഫർ ലിക്വിഡിനെ കൂൾ ചെയ്യുന്ന സമയത്ത് ഈ EC വരുന്ന സമയത്ത് ECയിൽ എന്താ വരുന്നത്, ECയില് EC എന്നല്ല CE സൾഫർ ലിക്വിഡ് ഇൻ ഇക്വിലിബ്രിയം വിത്ത് സൾഫർ. നമ്മളെ വാട്ടർ സിസ്റ്റത്തിൽ കിട്ടിയ പോലെ തന്നെ ഇവിടുന്ന് നമ്മളിവിടെ ഇത് കൂൾ ചെയ്ത് വരികയാണെങ്കിൽ എന്താണ് ഇവിടെ വെച്ചിട്ട് ഇത് C എന്നുള്ള പോയിന്റിൽ വെച്ച് ഇത് മോണോക്ലിനിക്കിലേക്ക് മാറേണ്ടതായിരുന്നു. ബട്ട് ഇറ്റ് വിൽ കണ്ടിന്യൂ ആസ് ലിക്വിഡ്. മോണോക്ലിനിക് എന്നുള്ള സോളിഡ് ഫേസിലേക്ക് മാറാതെ ഇറ്റ് വിൽ കണ്ടിന്യൂ ആസ് ലിക്വിഡ് ത്രൂ CE എന്നാണ് പറയുന്നത്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് അവിടെ കിട്ടുന്നത് സൾഫർ ലിക്വിഡ് ഇൻ ഇക്വിലിബ്രിയം വിത്ത് സൾഫർ വേപ്പർ ആണ്. അതുപോലെ നമ്മൾ ഈ കർവ് ഉണ്ടല്ലോ, ഏത് FE എന്നാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. FEന്റെ ഒരു ഭാഗത്ത് എന്താണ്, ശരിക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ കർവില് നോക്കുകയാണെങ്കിൽ മോണോക്ലിനിക് ആണ് കാണുന്നത്. പക്ഷെ FE എക്സിസ്റ്റ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ചാല് സൾഫർ റോംബിക് സൾഫർ മോണോക്ലിനിക് ആയിട്ട് മാറാതെ സൾഫർ റോംബിക് ആയിട്ട് തന്നെ ഇരിക്കുകയാണ് ആ ഫേസിലും. അപ്പോ അതായത് അവിടെ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള ഫേസ് സൾഫർ മോണോക്ലിനിക് ആണ്. പക്ഷെ സൾഫർ റോംബിക് സൾഫർ മോണോക്ലിനിക് ആവാതെ ആ കർവിൽ കൂടി വീണ്ടും എന്താണ് ഈ മുകളിലുള്ള സൾഫർ റോംബിക് എന്നുള്ള ഫേസ് താഴേക്ക് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാണ്. സൾഫർ മോണോക്ലിനിക് സൾഫർ റോംബിക് സൾഫർ മോണോക്ലിനിക് ആവാതെ തന്നെ വീണ്ടും അതിന്റെ ലിക്വിഡുമായിട്ട് ഇക്വിലിബ്രിയത്തിലേക്ക് താഴേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് കൊണ്ട് FE എന്ന് പറയുന്നത് എന്താണ് മെറ്റാസ്റ്റേബിൾ
curve which is sulfur rhombic in equilibrium with sulfur liquid. അതേപോലെ BE എന്ന് പറയുന്നത് ആ ഫേസിൽ BE ഇരിക്കുന്ന ആ സ്ഥലത്ത് സൾഫർ മോണോക്ലിനിക് ആണ് സ്റ്റേബിൾ ആയിട്ടുള്ള സോളിഡ് ഫേസ്. പക്ഷെ സൾഫർ മോണോക്ലിനിക്കിലേക്ക് ആവാതെ ഇറ്റ് വിൽ കണ്ടിന്യൂ as sulfur rhombic and in equilibrium with sulfur vapor. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് BE എന്നുള്ള കർവ് പറയുന്നത്. ഇനി ഇത്രയും കാര്യങ്ങളെല്ലാം മോണോ വേരിയന്റ് ആണ്. ഇനി ട്രിപ്പിൾ പോയിന്റ്സ് ഏതൊക്കെയാ നോക്കാം. ട്രിപ്പിൾ പോയിന്റ്സ് F is equal to C minus P plus 2, 1 minus 3 plus 2 is equal to 0. Any points B, C, F. Sulfur rhombic in equilibrium with the sulfur monoclinic in equilibrium with the sulfur vapor. The triple point, first triple point B ആണ്. ബിയുടെ ഒരു ഭാഗത്ത് സൾഫർ റോംബിക്, മറ്റേ ഭാഗത്ത് സൾഫർ മോണോക്ലിനിക്, മറ്റേ ഭാഗത്ത് സൾഫർ വേപ്പർ. So sulfur rhombic in equilibrium with the sulfur monoclinic in equilibrium with the sulfur vapor, and the system is invariant, means F is equal to C minus P plus 2 P ക്ക് 3 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് F is equal to 0 എന്ന് കിട്ടും. That is the system is invariant. C is equal to C ഇപ്പൊ അടുത്തത് പോയിന്റ് C ആണ്. C നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന്റെ ഒരു ഭാഗത്ത് സൾഫർ മോണോക്ലിനിക്, മറ്റേ ഭാഗത്ത് സൾഫർ ലിക്വിഡ്, അടുത്ത ഭാഗത്ത് സൾഫർ വേപ്പർ ആയതുകൊണ്ട് ഇതുപോലെ സൾഫർ മോണോക്ലിനിക് ഇക്വിലിബ്രിയം വിത്ത് സൾഫർ ലിക്വിഡ് ഇക്വിലിബ്രിയം വിത്ത് സൾഫർ വേപ്പർ, ഇങ്ങനെ ഒരു കർവ് ആണ് കിട്ടുക. F is equal to F വേറൊരു ട്രിപ്പിൾ പോയിന്റ് ആണ്. അതില് എന്താണ് ഒരു ഭാഗത്ത് സൾഫർ റോംബിക്, മറ്റേ ഭാഗത്ത് സൾഫർ ലിക്വിഡ്, മറ്റേ ഭാഗത്ത് സൾഫർ മോണോക്ലിനിക്. സോ ദ സിസ്റ്റം ഈസ് F ഇറ്റ് ഈസ് ഇൻവാരിയന്റ്. ഈ മൂന്ന് ഫേസസ് ആണ്. ഈ ഒരു മെറ്റാസ്റ്റേബിൾ ഇക്വിലിബ്രിയന്റെ ഈ ഈയുടെ പ്രത്യേകത നിങ്ങൾ എപ്പോഴും ആ മൂന്ന് മെറ്റാസ്റ്റേബിൾ കർവ്സ് നമ്മൾ എടുത്തപ്പോഴും ഈ ഈയുടെ ഭാഗത്ത് സൾഫർ മോണോക്ലിനിക് ആണ് സ്റ്റേബിൾ ആയിട്ടുള്ള ഫേസ് എങ്കിലും ആ മൂന്ന് കേസിലും എന്തായിട്ടില്ല, സൾഫർ മോണോക്ലിനിക് അല്ല, സൾഫർ റോംബിക് ആയിട്ടാണ് സിസ്റ്റം കണ്ടിന്യൂ ചെയ്യുന്നത്. സോ ഇൻ ദിസ് പോയിന്റ് സൾഫർ റോംബിക് ഇൻ ഇക്വിലിബ്രിയം വിത്ത് സൾഫർ liquid in equilibrium with the sulfur vapor is the metastable phase. ഇത്രയാണ് ഒരു സൾഫർ സിസ്റ്റം ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾ എക്സാമിന് ഡിസ്കസ് ചെയ്യേണ്ടത്. ഇനി നിങ്ങൾക്കൊരു ഹോംവർക്ക് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ അതിന്റെ താഴെ നിങ്ങളായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അത് ഞാൻ ഒരു വോയിസ് ആയിട്ട് ഇടാം. അപ്പൊ ഇത്രയാണ് സൾഫർ സിസ്റ്റത്തിന്റെ എക്സ്പ്ലനേഷൻ. ഇത് കേൾക്കുക, ഈ നോട്ടൊക്കെ എഴുതി ഇതേപോലെ തന്നെ വെക്കുക. ഇതുപോലെയാണ് നിങ്ങൾ ഇത് പിന്നെ എക്സാമിന് പഠിക്കേണ്ടത്. താങ്ക് യു.